ഹലോ നമസ്കാരം. ആയുർവേദം ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വാതരോഗികൾ കഴിക്കാൻ പാടില്ലാത്ത ഫുഡുകളെ കുറിച്ചിട്ടാണ്. അത് ഏതൊക്കെയാണ്, അതുപോലെ വാതരോഗ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ ഏതൊക്കെ അവയവങ്ങളെ ആശ്രയിച്ച് ഏത് രീതിയിലൊക്കെയുള്ള വാതരോഗങ്ങളാണ് നമുക്ക് ഉണ്ടാകുന്നത്, അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മൾ എങ്ങനെയാണ് ഭക്ഷണശീലം ചെയ്യേണ്ടത്, അതുപോലെ എന്തൊക്കെ ടിപ്സുകൾ നമുക്ക് ചെയ്യാം, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ട് വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. നമ്മൾ വാദസംബന്ധമായ രോഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിൽ ആമവാദം, രക്തവാദം, സന്ധിഗതവാദങ്ങള്, അതേപോലെ തന്നെ പാർക്കിൻസൺസ് ഡിസീസ്, അൽസിമേഴ്സ് ഡിസീസ്, ഇത് കൂടാതെ ഒരുപാട് വാദരോഗങ്ങൾ നമുക്ക് കാണാറുണ്ട്. ഓക്കെ, അപ്പോ ഇത്തരം ഇതിലെ വാദലക്ഷണങ്ങൾ പ്രോപ്പർ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ കോമൺ ആയിട്ടും പെക്യുലർ ആയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് വാദരോഗങ്ങളിൽ കാണാറുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഫസ്റ്റ് പറയാം. അപ്പൊ അതിലെ ഏറ്റവും ആദ്യത്തെ ഒരു കാര്യമാണ് നമുക്ക് ക്രാക്ലിംഗ് സൗണ്ട്. അതായത് നമ്മളിപ്പോ സന്ധികള്, ഇപ്പൊ കാലിലുണ്ട്, കൈകളിലുണ്ട് സന്ധികള്, വിരലുകളിലുണ്ട് സന്ധികള്. അപ്പൊ അതൊക്കെ പെട്ടെന്ന് നമ്മളൊന്ന് അനക്കുക, അല്ലെങ്കിൽ നീർത്തുക, അല്ലെങ്കിൽ നമ്മളതിനെ മടക്കുക ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് ഈ ഒരു വാതരോഗത്തിന്റെ ലക്ഷണമാണ്. നമ്മളിപ്പോ വിരലിലൊക്കെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവില്ലേ ഒരു പൊട്ടുന്ന സൗണ്ട്. അതേപോലെ സന്ധികളിൽ, നമ്മുടെ വലിയ സന്ധികളിലും അത്തരം രീതിയിലുള്ള പൊട്ടലുകൾ കാണും. ഇത് മിക്കവാറും എന്തുകൊണ്ടാണ് വരുന്നത് വെച്ചാല് നമ്മുടെ ശരീരത്തിലുള്ള വാതദോഷം ക്രമാതീതമായിട്ട് കൂടുകയും അവിടെ രൂക്ഷത സംഭവിക്കുകയാണ്, ഡ്രൈനെസ് ഉണ്ടാവുകയാണ്. അപ്പൊ അവിടെ നമ്മുടെ സന്ധികളിൽ ഡ്രൈനെസ് ഉണ്ടാവും. അപ്പൊ അവിടെ ഫ്ലൂയിഡുകൾ ഉണ്ട്. ഇപ്പം സൈനോവിയൽ ഫ്ലൂയിഡ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത്തരം ഫ്ലൂയിഡ്സ് ഉണ്ട്. അതിന് ഡ്രൈനെസ് സംഭവിക്കുമ്പോൾ അവിടെ രൂക്ഷത സംഭവിക്കുന്നു. അപ്പോ അതിന്റെ ഫലമായിട്ട് നമുക്ക് ഡീജനറേഷൻ സംഭവിക്കും, അതായത് എല്ല് തേയ്മാനം ഒക്കെ സംഭവിക്കും. അതുകൊണ്ടാണ് ഈ പൊട്ടുന്ന സൗണ്ട് നമുക്ക് കേൾക്കാനായിട്ട് പറ്റുന്നത്. അവിടെ ഫ്രിക്ഷൻ കുറവാണ്, കാരണം അവിടെ നമുക്ക് ഈ ഒരു ലൂബ്രിക്കേഷൻസ് ഇല്ല എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇതാണ് ക്രാക്ലിംഗ് സൗണ്ട്. പിന്നെ വരുന്നത് നമുക്കറിയാം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണം എന്ന് പറയുന്നത് വേദന തന്നെയാണ്. വേദന നല്ല രീതിയിൽ ചെറിയ ചെറിയ വേദന സന്ധികളിൽ തുടങ്ങി വലിയ വലിയ സന്ധികളിലേക്ക് ഇതിന്റെ വേദന ഇങ്ങനെ കയറി വരുന്നതായിട്ട് കാണാം. പ്രധാനപ്പെട്ട സന്ധികൾ എന്ന് പറയുമ്പോൾ നമുക്ക് നെക്ക്, അതേപോലെ തന്നെ നമ്മുടെ കണ്ണികള്, ഇപ്പൊ മുട്ടിന്റെ കണ്ണിയില്, അതേപോലെ നമ്മുടെ കൈമുട്ടിന്റെ കണ്ണിയിലൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് വേദന വരാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ ഹിപ്പ് ജോയിന്റ്, നമ്മുടെ ബാക്കിലുള്ള ബാക്കില് നമുക്ക് ബാക്ക് പെയിൻ ആയിട്ട് വരാം ഹിപ്പ് ജോയിന്റിൽ. അതേപോലെ ഷോൾഡർ പെയിന്, ഇതുപോലത്തെ സന്ധികളിലൊക്കെ നമുക്ക് വേദനകൾ വരുന്നതായിട്ട് കാണാം. പിന്നെ അതുപോലെ വരുന്ന വേദന എന്ന് പറയുന്നത് ചിലപ്പോൾ വളരെ എല്ല് പൊളിയുന്ന വേദനയായിട്ടായിരിക്കും വരുന്നത്. അപ്പൊ ഇതൊക്കെ സാധാരണ രീതിയിൽ നമുക്ക് വാദലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. പിന്നെ വരുന്ന ഒരു സംഭവമാണ് തടിപ്പ്. ഇപ്പൊ എന്റെ അടുത്ത് ഇപ്പം പല പേഷ്യൻസും വന്ന് പറയാറുണ്ട്, മാഡം എനിക്ക് തരിപ്പ് വരുന്നുണ്ട്, നല്ല രീതിയിൽ തരിപ്പ് വരുന്നത്. വാദത്തിന്റെ ആദ്യ ലക്ഷണമാണ് ഈ തരിപ്പ് എന്ന് പറയുന്നത്. അത് പൊതുവെ വിരല്, കൈപ്പത്തി, കൈകാൽ മൊത്തം ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പൊ അങ്ങനെ തരിപ്പ് അനുഭവപ്പെടും. കുറച്ചു നേരം ഇരിക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തരിപ്പ്, കൈകളിലും കാലുകളിലും ഒക്കെ തരിപ്പ് അനുഭവപ്പെടാം. ഇതൊക്കെയായിട്ടാണ് നമുക്ക് വാദരോഗം ഫസ്റ്റ് സ്റ്റാർട്ടിങ് വരുന്നത് കേട്ടോ. ഇനി അതിനെ കൂടാതെ നമുക്ക് ആമാശയത്തിനെ ആശ്രയിച്ച്, നമ്മുടെ വയറിനെ ആശ്രയിച്ചും വാദം പ്രകോപനം ഉണ്ടാകാം. അപ്പോ അതുകൊണ്ട് ഉണ്ടാകുന്ന എന്തൊക്കെയാണ് നമുക്ക് പറയുകയാണെങ്കിൽ അദ്മാന എന്ന് വെച്ചാൽ നമ്മുടെ വയറ് നല്ല രീതിയിൽ ബ്ലോട്ടിങ് ചെയ്യുക, അതായത് വയറിങ്ങനെ ഉന്തി നിൽക്കുക. അതായത് നമ്മളിപ്പോ ശോധനയൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ചെറിയൊരു ആശ്വാസം കിട്ടും, മോഷനൊക്കെ പോയി കഴിയുമ്പോൾ. പക്ഷെ ചില സമയത്ത് നമുക്ക് അത് മോഷൻ പോയാലും നമുക്ക് കുറച്ചു നേരത്തെ ആ ഗ്യാസ് ഒക്കെ കീഴ്വായു ഒക്കെ പോയി കഴിയുമ്പോൾ ഒരു ചെറിയൊരു ആശ്വാസം കിട്ടുമെങ്കിലും തിരിച്ച് വീണ്ടും അത് ബ്ലോട്ടിങ്ങിലേക്ക് വരുന്നതായിട്ട് കാണാറുണ്ട്. ഈ ഒരു സംഗതി വാദത്തിന്റെ പ്രകോപം കൊണ്ട് സംഭവിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മലബന്ധം വരാറുണ്ട്, കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂസ്, അതും വാദരോഗ സംബന്ധമായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് കേട്ടോ. അതുപോലെ ദഹനക്കേട്, ഇംപ്രോപ്പർ ആയിട്ടുള്ള ഡൈജഷൻ, അതേപോലെ വയറ്റിൽ നല്ല രീതിയിൽ വേദന വരാം. അതുപോലെ അസിഡിറ്റി ഇഷ്യൂസ്, നെഞ്ചിരിച്ചില്, പുളിച്ചു തേട്ടല് പോലത്തെ പ്രശ്നങ്ങൾ വരാം. അതുപോലെ എക്കിട്ട് പോലെ, ഹിക്കഫ് എന്ന് നമുക്ക് പറയാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ ഇവിടെ എക്കിട്ട് പോലെ വരിക എന്ന് പറയാം. അപ്പൊ അങ്ങനത്തെ ഇഷ്യൂസ്. അതുപോലെ തന്നെ ആട്ടോപ്പ എന്ന് പറയും. ആട്ടോപ്പ എന്ന് വെച്ചാല് നമ്മുടെ വയറിലെ ഒരുപാട് സൗണ്ടുകൾ, കുടുകുടാ സൗണ്ടുകൾ കേൾക്കുക. മനസ്സിലായോ? അത്തരം അവസ്ഥകളൊക്കെ നമുക്ക് ആമാശയത്തിനെ ആശ്രയിച്ച് വാദം വർദ്ധിക്കുമ്പോൾ വരുന്ന ബുദ്ധിമുട്ടുകളാണ് കേട്ടോ. അപ്പോ ഇനി നമുക്ക് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത്, എന്തൊക്കെ ഭക്ഷണങ്ങൾ നമുക്ക് വാദദോഷം കുറയ്ക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് നോക്കാം.
അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫുഡ് എന്ന് പറയുന്നത് ഭൂമിക്കടിയിലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളാണ്. ഏത് വാതരോഗമുള്ള വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് നോക്കാട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കൃത്യമായിട്ട് പറയുന്നത് ഏതൊക്കെ ഭക്ഷണങ്ങളെ അവോയ്ഡ് ചെയ്യണമെന്ന്. അപ്പൊ ഭൂമിക്കടിയിലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ, ക്യാരറ്റ് ഒഴികെയുള്ള എല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങളും നമുക്ക് ഉപേക്ഷിക്കാം. ക്യാരറ്റ് ഒഴികെ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് കപ്പ വരുന്നുണ്ട്, അതേപോലെ കപ്പ കൊള്ളി എന്നൊക്കെ വിളിക്കുന്ന ഒരു ഇത് വരുന്നുണ്ട്, കൂർക്ക വരുന്നുണ്ട്, അതേപോലെ ചേന, ചേമ്പ്, അത്തരം എല്ലാതരം ഭൂമിക്കടിയിലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ, അതുപോലെ പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ്, ഇതൊക്കെ നമുക്ക് ശരീരത്തിന് വാദം വർദ്ധിപ്പിക്കുന്നതാണ്. ക്യാരറ്റ് ഒഴികെ ബാക്കിയുള്ളതും വാദം വർദ്ധിപ്പിക്കുന്ന സംഗതികൾ തന്നെയാണ് കേട്ടോ, ഭൂമിക്കടിയിലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ. പിന്നെ വരുന്നത് പരിപ്പാണ്. ഇപ്പൊ നമ്മൾ സാമ്പാറിലൊക്കെ ഉപയോഗിക്കുന്ന പരിപ്പ്, അതേപോലെ നമുക്ക് ചുമന്ന പരിപ്പ് അവൈലബിൾ ആണ് അല്ലെ. നമുക്ക് നോർത്ത് ഇന്ത്യൻ സൈഡുകളിലൊക്കെ ഈ പലതരത്തിലുള്ള പരിപ്പുകൾ അവൈലബിൾ ആണ്. അത് ഇപ്പൊ ഈ പരിപ്പ് വർഗ്ഗങ്ങൾ നമുക്ക് ശരീരത്തിൽ വാദം വർദ്ധിപ്പിക്കുന്ന പരിപ്പാണ് കേട്ടോ. വാദം വർദ്ധിപ്പിക്കുന്ന വർഗത്തിൽ പെടുന്നതാണ് പരിപ്പ് വർഗ്ഗങ്ങൾ. അതേപോലെ തന്നെ പയറ് വർഗ്ഗങ്ങൾ. പയറ് വർഗ്ഗങ്ങളില് നമുക്ക് മുതിര, ചെറുപയർ, ഇത് രണ്ടും ഒഴികെ ബാക്കിയെല്ലാം എന്ന് പറയുമ്പോൾ അവിടെ ഗ്രീൻ പീസ് വരുന്നുണ്ട്, കടല വരുന്നുണ്ട്, അതേപോലെ തന്നെ വൻപയർ വരുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ അത്തരം സംഗതികളൊക്കെ നമുക്ക് ഗ്യാസിന്റെ ഒപ്പം തന്നെ നമുക്ക് വാദം വർദ്ധിപ്പിക്കുന്നതാണ്, വാദം കൂട്ടുന്ന ആഹാര പദാർത്ഥങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഒരു വില്ലനായിട്ട് വാദത്തിനെ അഗ്രിവേറ്റ് ചെയ്യുന്ന ഒരു വില്ലനാണ് തണുപ്പ്. അപ്പൊ തണുത്തതായിട്ടുള്ള വെള്ളവും തണുത്തതായിട്ടുള്ള ഭക്ഷണവും നമ്മൾ കഴിക്കരുത്. അത് കഴിച്ചാൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പൊ അതാണ് വരുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ ചെറിയ ചൂടോടുകൂടി തന്നെ ഫുഡും ചെറിയ ചൂടോടുകൂടി തന്നെ വെള്ളവും ഒക്കെ കുടിക്കാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഡൈജഷൻ കറക്റ്റ് ചെയ്യാനായിട്ട് ഇഞ്ചിനീര്, വെളുത്തുള്ളി, അതൊക്കെ നമുക്ക് കൂടി ചേർത്ത് നമുക്ക് അതല്ലെങ്കിൽ വെറും വയറ്റിൽ കഴിക്കാനായിട്ട് നല്ലതാണ്. ഇത്തരം വാദം പെട്ടെന്ന് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് കാറ്റടിക്കാതിരിക്കാൻ മഫ്ലർ, മങ്കി ക്യാപ്പ് ഇതൊക്കെ ധരിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ നമ്മൾ വീടുകളിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ കാലില് ചെരുപ്പ് ഇടാനായിട്ട്, പാദരക്ഷകൾ ധരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ബാത്റൂമിൽ കയറുകയാണെങ്കിൽ, അതുപോലെ വീട്ടിൽ നടക്കുന്ന സമയത്തും പലപ്പോഴും പല ആളുകളും പറയുന്ന കേൾക്കാറുണ്ട് വീട്ടിൽ ചെരുപ്പ് ധരിക്കാറില്ല എന്നുള്ളത്. വാതരോഗമുള്ളവര് തീർച്ചയായിട്ടും ചെരുപ്പ് ധരിക്കണം. കാരണം അല്ലെങ്കിൽ അവരുടെ പാദം വഴി അവർക്ക് ശിരസിലേക്ക് തണുപ്പടിക്കാനുള്ള സാധ്യതയുണ്ട്. തണുപ്പുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, നമുക്ക് വാദം പിന്നെയും അഗ്രിവേറ്റ് ആവും. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ചെരുപ്പ് ധരിക്കാനായിട്ട് മറക്കരുത്. അതുപോലെ പിന്നെ വാദം അഗ്രിവേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഉറക്കമിളപ്പ്. നമ്മൾ പലപ്പോഴും ഉറക്കം വിളയ്ക്കുന്ന ആളുകളാണ് അല്ലെ. നമ്മുടെ വർക്ക് സ്ട്രെസ് കൊണ്ടും അതുപോലെ തന്നെ നമുക്ക് പല പല കാര്യങ്ങൾ കൊണ്ടും നമ്മൾ ഉറക്കം മുളയ്ക്കാറുണ്ട്. അപ്പൊ അത്തരം സാഹചര്യങ്ങൾ ഉറക്കം മുളയ്ക്കാതിരിക്കുക. നമ്മൾ കറക്റ്റ് സമയത്ത്, അതായത് രാത്രി ഒരു 6 to 8 hours എങ്കിലും ഉറങ്ങുക. സൗണ്ട് സ്ലീപ്പോട് കൂടി ഉറങ്ങുക. നല്ല രീതിയിൽ, അതായത് ഒരു ചെറിയ സൗണ്ട് കേട്ടാലൊന്നും എഴുന്നേക്കാത്ത രീതിയിൽ അത്രയും സൗണ്ട് സ്ലീപ്പോട് കൂടി ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മുടെ വാദം വർദ്ധിക്കും. പിന്നെ നമ്മൾ രാവിലെ ഉറങ്ങാതിരിക്കുക. പകൽ ഉറങ്ങുന്നതും നമുക്ക് ശരീരത്തിൽ വാദം വർദ്ധിക്കുന്നതായിട്ട് കാണാറുണ്ട്. ദിവാസ്വപ്നം എന്നാണ് നമ്മൾ സംസ്കൃത ഭാഷയിൽ പറയുന്നത്. അത് നമുക്ക് ശരീരത്തിന് നല്ലതല്ല, വാദം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. പിന്നെ വരുന്നത് നമുക്ക് സ്ട്രെസ് കുറയ്ക്കുക എന്നുള്ളതാണ്. സ്ട്രെസ്, ടെൻഷൻ ഒക്കെ വളരെ നല്ല രീതിയിൽ ഇപ്പോൾ എല്ലാ ആളുകളിലും ഉണ്ട്. അത് കുറയ്ക്കുക. നമുക്ക് സ്ട്രെസ്, ടെൻഷനും വരുന്ന സമയത്ത് നമ്മുടെ മനസ്സിനെ ഡീവിയേറ്റ് ചെയ്യുക. യോഗ, പ്രാണായാമ, അതുപോലെ മറ്റ് എക്സസൈസുകളൊക്കെ നമുക്ക് ചെയ്യാം നമ്മുടെ ഈ ഒരു ബുദ്ധിമുട്ട് കുറച്ചു കൊണ്ടുവരാനായിട്ട് കേട്ടോ. സ്ട്രെസ്, ടെൻഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വാദം വളരെ തോതിൽ വർദ്ധിക്കുന്നതായിട്ട് കാണാറുണ്ട്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നാളെ പുതിയൊരു എപ്പിസോഡുമായിട്ട് വരുന്നതാണ്. അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി.